ചേച്ചി, ഇത് നമ്മുടെ മുല്ലേന്ന് പറിച്ചതാ. ഒത്തിരി പൂവുണ്ട്. ഞാൻ ഇവിടെയൊക്കെ തുടച്ചിട്ട് നിനക്ക് പൂച്ച കെട്ടിത്തരാം. ചേച്ചി, ഗീതേ, 4 മാസം കഴിഞ്ഞപ്പോഴേക്ക് നീ ആളാകെ മാറിപ്പോയല്ലോ. ഒറ്റയ്ക്കാണ് വന്നത്? എന്താ ചേച്ചി ഇത്? ഇവിടെ വേലക്കാരും ഇല്ലേ? വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുന്ന ചേച്ചിയാണോ? എന്റെ വീട്ടിലെ ജോലി ഞാൻ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? നീ വാ, വിശേഷമൊക്കെ ചോദിക്കട്ടെ. ഇരിക്കും. ഗീതേ, അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? എന്റെ കാര്യം വല്ലതും ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടോന്ന്? ചേച്ചി പോയപ്പോൾ മുതൽ അച്ഛന്റെ മനസ്സിൽ തീയാണ്. എല്ലാം മനസ്സിലൊതുക്കി കഴിഞ്ഞു. എന്നിട്ടും അച്ഛൻ ഇതുവരെ ഒന്നും ഇങ്ങോട്ട് വന്നില്ലല്ലോ. ചേച്ചി അങ്ങോട്ടും വന്നില്ലല്ലോ. ആ, ചേച്ചിക്ക് വിശേഷമൊന്നുമില്ലേ? വിശേഷമൊക്കെ ഉണ്ട് മോളെ. ഞാനേ ഒരു അമ്മൂമ്മയാകാൻ പോകുന്നു. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കും, ഞാനിപ്പോ. ചേട്ടൻ എന്ത് പറഞ്ഞു? മോനോ അതോ മോളോ? നിനക്ക് ആരെയാ ഇഷ്ടം? എനിക്ക് മോനെ മതി. ഞാൻ കൊണ്ടുപോയി വളർത്തിക്കോളാം. പൊടി കള്ളി. നമ്മളെ കാത്തു എന്ത് പറ്റി രാധേ? മതി മതി, എന്നോടൊന്നും ചോദിക്കണ്ട. ഞാൻ ആരുമല്ലല്ലോ. രാധ ഇവിടെ വരും. ഇവിടെ ഇരുന്ന് സംസാരിക്കാം. കാപ്പി കുടിക്കും. വേണ്ട വേണ്ട, അനിയത്തി വന്നപ്പോഴേക്ക് എന്നെ മറന്നു. നിങ്ങൾക്ക് ഞാനൊരു തടസ്സമാവുന്നില്ല. ശല്യമാണെങ്കിൽ ഞാനിങ്ങ് പോയേക്കാം. രാധയോട് ആരും ദേഷ്യപ്പെട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് ചാടുന്നത്? ചാടാൻ കാല് വേണമല്ലോ. എനിക്കതില്ലെന്നറിയാൻ പാടില്ലേ? ഞാനൊരു ഞൊണ്ടിയാണെന്ന് വിളിച്ചു കൂവാനാണോ 4 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇവളൊരു വായാടിയാണല്ലോ. ചേച്ചി എങ്ങനെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു? ഗീതേ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണം? ആഹാ, ഇപ്പൊ ഞാനായോ കുറ്റക്കാരി? നാത്തൂനല്ലേ എടുത്ത് തലയെ വെച്ചോ. എനിക്കതിന് നേരമില്ല. ചേച്ചി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോയല്ലോ. ചേട്ടത്തി അനിയത്തി ഞാൻ കാരണം വഴക്കൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണല്ലോ. ഞാനങ്ങ് പോയേക്കാം. ഇവിടെ ഇതേവരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. നീ ഇതിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ഇതിനല്ല വന്നത്. അച്ഛന് ചേച്ചിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. സൗകര്യം ഉണ്ടെങ്കിൽ വീട് വരെ ഒന്ന് വന്നാൽ കൊള്ളാം. അദ്ദേഹമില്ലാതെ ഞാൻ വരില്ല. അച്ഛനോട് എനിക്ക് സുഖമാണെന്ന് പറഞ്ഞേക്കും. എന്റെ ചേച്ചിയെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ചേച്ചി. മോളെന്താ വേഗം ഇങ്ങോട്ട് പോകുന്നത്? ഒന്നുമില്ല, മേ വല്ലാത്തൊരു ക്ഷീണം. സുരേഷ് വന്നിട്ടുണ്ട്, മോൾ അവനോടൊന്ന് പറയും. രാധ എവിടെ അമ്മേ? അവൾ ഊണ് കഴിച്ചോ? അവളൊന്നും കഴിച്ചില്ല, അവിടെ കരഞ്ഞോണ്ട് കിടക്കുന്നു. രാധേ, രാധേ, ഡാൻസ് സുന്ദരമായിരുന്നു. നീ കൂടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു രസവും തോന്നിയില്ല. ഞാനിങ്ങി പോന്നു. നീ ഒന്ന് എഴുന്നേറ്റ്. ഇങ്ങനെ ഒന്ന് പിണങ്ങിയാലോ? നമുക്ക് ഊണ് കഴിക്കണ്ടേ? ചേച്ചി ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കും. ചേച്ചി ചുമ്മാ എനിക്ക് ചേച്ചി മോളെ എന്ത് പറ്റി? മോളെ മോക്ക് എന്ത് പറ്റി? മോളെ എന്താ എന്ത് സംഭവിച്ചമ്മ? രാധ എന്താ? രാധയെ വിളിക്കാൻ വന്നപ്പോ ഞാൻ കാല് തെറ്റി വീണതാണ്. അമ്മേ, ശ്രീരാം മുറിയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ ഡോക്ടർ മാളവിക്ക് ഫോൺ ചെയ്തു. ചേച്ചി ഹലോ, ഡോക്ടർ മാളവിയിലെ സംസാരിക്കുന്നത്? ഞാൻ ഡോക്ടർ സുരേഷാണ്. പിന്നെ ശ്രീദേവിക്ക് ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. അവളിപ്പോ ഫുൾ ടൈം പ്രഗ്നന്റ് ആണല്ലോ. ഡോക്ടർ കൂടി ഒന്നിങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. താങ്ക് യു ഡോക്ടർ. കൃഷ്ണ,
എന്റെ ചേച്ചിക്ക് ഒരു ആപത്തും വരുത്തരുതേ. അതെ, ശ്രീദേവി പ്രസവിച്ചു, ആൺകുട്ടി. ഹലോ, ആരാണ്? സുരേഷ് ചേട്ടന്റെ വീട്ടിൽ നിന്നോ? ചേച്ചി പ്രസവിച്ചെന്നോ? ആൺകുട്ടിയോ? ശരി. അച്ഛാ, അച്ഛാ, അച്ഛൻ വാ വിളിച്ചേ. ഒന്ന് വാ വിളിച്ചേ. ഇനി ഒന്ന് കണ്ണടച്ചേ. എന്ത് പണിയാ മോളെ കാണിച്ചത്? ചായ കണ്ടു പക്ഷേ എന്റെ വായിലിട്ടത്. അച്ഛാ, ചേച്ചി പ്രസവിച്ചു, ആൺകുട്ടി. ഞാൻ അപ്പൂപ്പനായിരുന്നു. മോളെ, അവൾക്ക് വിശേഷം വല്ലതും ഉണ്ടോ? നീ അന്വേഷിച്ചോ? വിശേഷമൊന്നും ഇല്ല, ചേച്ചിയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അച്ഛാ, ഇപ്പൊ അവിടെ ഡോക്ടേഴ്സിന്റെയും നേഴ്സുമാരുടെ ഒക്കെ വലിയ ബഹളമായിരിക്കും അല്ലേ? അത് പിന്നെ അങ്ങനല്ലേ മോളെ, വലിയ തൊഴിൽക്കാരെല്ലാം ഒന്നിച്ചുകൂടും. നമ്മള് മാത്രം. അതെന്താ മോളെ, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. പിന്നെ ഞാൻ എപ്പോഴും നല്ല അച്ഛൻ, പക്ഷേ എന്റെ മക്കള് മാത്രം. മോളെ, അവള് പ്രസവിച്ചു കിടക്കുന്നത് അവന്റെ വീട്ടിലാണോ അതോ ഏതെങ്കിലും നഴ്സിംഗ് ഹോമിലാണോ? അല്ല, അവരുടെ വീട്ടിൽ തന്നെ പ്രസവിച്ചു കിടക്കുന്നത്. അവരുടെ വീട്ടിൽ വെച്ചോ? എന്താ? ഞാൻ വരുന്നില്ല മോളെ, മോൾ തനിച്ചു പോയാൽ മതി. ഒരു മുത്തച്ഛനായ സന്തോഷത്തിൽ അച്ഛനെല്ലാം അങ്ങ് മറന്നു. വല്ല നഴ്സിംഗ് ഹോമിലും മറ്റും ആയിരുന്നെങ്കിൽ അവളെയും കുഞ്ഞിനെയും ഒന്ന് വന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. എന്തിനാണ് അച്ഛനെ തന്നെ ശിക്ഷിക്കുന്നത്? ചേച്ചിയുടെ ആദ്യത്തെ പ്രസവം ഈ വീട്ടിൽ വെച്ച് തന്നെയല്ലേ അച്ഛൻ നടക്കേണ്ടത്? അതെ കുഞ്ഞെ, നമ്മുടെ വീട്ടിൽ സാധാരണ നടക്കേണ്ടതൊന്നും നടക്കാറില്ലല്ലോ. സാരമില്ല മോളെ. മോളെ, അവളുടെ അമ്മ കുഞ്ഞുനാളിൽ അവളെ അണിയിച്ചിരുന്ന ആഭരണങ്ങൾ അച്ഛന്റെ സേഫിലുണ്ട്. നീ അതെടുത്ത് അവളുടെ മോന് കൊടുക്കണം. ഇതോടൊപ്പം മുത്തച്ഛന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെന്ന് പറയണം. പിന്നെ ശ്രീദേവി അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ അച്ഛൻ സുഖമാണെന്ന് മോൾ പറയണം. അമ്മേ, കുഞ്ഞിനെ ഒന്നെന്റെ കൈ തരൂ. നിനക്ക് എടുക്കാൻ അറിഞ്ഞൂടാ, കുഞ്ഞിന്റെ പിടൽ ഉറച്ചിട്ടില്ല മോളെ. എങ്കിൽ എന്റെ കൈ തരൂ അമ്മേ. അല്ല, ഇതാര് ഗീതമോളോ? വരൂ, ഇരിക്കു ഗീത. ഇപ്പൊ അനിയത്തിയുടെ പിണക്കമൊക്കെ പോയോ? ഏയ്, എനിക്കാരോടും പിണക്കമില്ല. ചേച്ചി, മോൻ നമ്മുടെ അച്ഛനെ പോലെ തന്നെയാണല്ലേ? ആ കണ്ണും മൂക്കും എല്ലാം. അല്ലല്ല, എന്റെ ചേട്ടനെ പോലെ തന്നെയാ. ആ നെറ്റി കണ്ടില്ലേ അല്ലേ അമ്മേ? ഓടിയോടല്ല, എന്റെ സുരേഷിന്റെ അച്ഛന്റെ തന്റെ സ്വരൂപമാണ്. ഞാൻ കാപ്പി ഗീത, അച്ഛൻ അറിഞ്ഞില്ലേ? അറിഞ്ഞു. എങ്കിലും അച്ഛൻ എന്റെ മോനെ കാണാൻ വന്നില്ലല്ലോ. അച്ഛന്റെ എല്ലാ അനുഗ്രഹങ്ങളും മോനുണ്ടെന്ന് പറയാൻ പറഞ്ഞു. അല്ല, ഇതാണ് ഗീതയോ? ഇപ്പൊ വന്നതേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മോനെ, ഇതാരാണോ നോക്ക്? നിന്റെ കുഞ്ഞമ്മേനടാ. എന്താണ് നോക്കുന്നത്? മോൻ അച്ഛന്റെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടമാണോ നോക്കുക? ഞാൻ വരുന്ന വഴിക്ക് ഇവന് വേണ്ടി ഒരു മാല വാങ്ങിച്ചു. ചേച്ചി, ഇതാ നോക്ക്, അച്ഛൻ തന്നയച്ചതാ മോനെ ഇടിക്കാൻ. അതെന്ത്? ഇതാ ചേച്ചി. വേണ്ടത് എന്റെ മോള് അച്ഛന്റെ അനുഗ്രഹം മാത്രം മതി. മോള് നിത്തിരിയെ കൊണ്ടുപോയിക്കോ. നമ്മ പോട്ടെ മോനെ.
ശ്രീദേവി 1 വർഷം കൊണ്ട് എന്റെ മനസ്സ് മുഴുവൻ പഠിച്ചു കളഞ്ഞു. ഭർത്താവിനെ മനസ്സിലാക്കാൻ ഭാര്യയ്ക്ക് 1 വർഷം വേണ്ട, 1 നിമിഷം മതി. ഡോക്ടർ സാർ, എന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങിയെന്നാണ് തോന്നുന്നത്. എന്ത് പറ്റി? കഴിഞ്ഞ സൂര്യഗ്രഹണം ഞാൻ നോക്കി. നിങ്ങളെന്താ പറഞ്ഞാൽ കേൾക്കുന്നവനല്ലോ. വെല്ലൂർ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യും. ഞാൻ ഡോക്ടർ മാത്യുവിന് ഇട്ട് വരാം. പിന്നെ 3-4 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അതുവരെ ഇവിടത്തെ തന്റെ ശല്യവും ഒന്ന് കുറയുമല്ലോ. അയ്യോ കുഞ്ഞ്, അയ്യോ എന്റെ കുഞ്ഞ്, അയ്യോ മോനെ, മോനെ, അയ്യോ അയ്യോ മോനെ. ചേട്ടാ, എനിക്ക് പേടിയാവും. ഇന്നലെ അമ്മ ഓർമ്മിപ്പിച്ചു, കുഞ്ഞിന്റെ നാളുദോഷം മാറ്റി നമ്മൾ 2 പേരും അമ്പലത്തിൽ പോയി അർച്ചന നടത്തണമെന്ന്. ഇപ്പൊ കണ്ടു, 1 നിമിഷം കഴിഞ്ഞിരുന്നെങ്കിൽ. നമുക്ക് നാളെ തന്നെ പോകാം, നീ വിഷമിക്കാതെ. വരൂ പോകാം. സിസ്റ്റർ, സിസ്റ്റർ, നിങ്ങളെ ഞാൻ പല പ്രാവശ്യം വാൺ ചെയ്തിട്ടുള്ളതാണ്. നോ എക്സ്ക്യൂസ്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കാൻ പോവുകയാണ്. ഡോക്ടർ, നിങ്ങളുടെ കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. രാത്രി മുഴുവൻ സിനിമയും നാടകമൊന്നും പറഞ്ഞ് നടക്കും. എന്നിട്ട് ഡ്യൂട്ടി സമയത്തോടെ വന്നിരുന്ന് ഉറങ്ങുകയും ചെയ്യും. ഇല്ല ഡോക്ടർ, ഞാൻ വീട്ടിലാണ് പോയത്. ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന നിങ്ങൾ എന്തിനായിരുന്നു വീട്ടിലേക്ക് പോകുന്നത്? അവിടെ ഭർത്താവും കുട്ടികളുമുണ്ടോ? ഭർത്താവില്ല, എനിക്കൊരു കുട്ടിയുണ്ട് ഡോക്ടർ. നിങ്ങൾ അൺമാരീഡ് അല്ലേ? നിങ്ങൾ മിസ് ശാന്തയല്ലേ? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ മിസ് ശാന്തയാണ് ഡോക്ടർ. പിന്നെ മിസ് ശാന്തയ്ക്ക് കുട്ടിയുണ്ടെന്ന് പറഞ്ഞത്? ഞാൻ എല്ലാം പറയാം ഡോക്ടർ. അച്ഛനും അമ്മയും ഇല്ലാത്ത എന്നെ വളർത്തിയത് എന്റെ കൊച്ചമ്മയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരാൾ സ്നേഹിച്ചു. ഞാൻ അദ്ദേഹത്തെയും ഞാൻ ഗർഭിണിയായി. അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ എതിർപ്പോടുകൂടിയാണെങ്കിലും ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു. വിവാഹസാരി വാങ്ങാൻ പോയ അദ്ദേഹം തിരിച്ചു വന്നില്ല, അപകടത്തിൽപ്പെട്ട് മരിച്ചു. ആ മന്ത്രകോടി അദ്ദേഹത്തിന്റെ ശവശരീരത്തിൽ തന്നെ ഇടേണ്ടി വന്നു ഡോക്ടർ. പിന്നെ ഞാൻ അനുഭവിക്കാത്ത ദുഃഖങ്ങളില്ല. ഞാൻ രഹസ്യമായി പ്രസവിച്ചു. എന്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചത്. അനാഥ മന്ദിരത്തിൽ നിന്ന് കിട്ടിയ കുഞ്ഞിനെ പോലെ ഞങ്ങൾ അവനെ വളർത്തുന്ന ഡോക്ടർ. എന്റെ മോന് പോലും അറിയില്ല ഡോക്ടർ, ഈ ഭാഗ്യം കെട്ടവൾ അവന്റെ അമ്മയാണെന്ന്. എന്റെ പൊന്നുമോൻ കുറെ ദിവസങ്ങളെ രോഗം പിടിപെട്ട് അവശനിലയിലാണ്. ഡ്യൂട്ടി കഴിഞ്ഞു പോയാൽ ഊണും ഉറക്കവും ഇല്ലാതെ എന്റെ മടിയിൽ വെച്ച് അവനെ ചികിത്സിക്കുകയാണ്. ഞാൻ സമാധാനമായി ഉറങ്ങിയിട്ട് എത്രയോ ദിവസങ്ങളായി ഡോക്ടർ. ഈ നിലയിൽ എന്റെ ജോലി കൂടി പോയാൽ. സോറി, ഐ എം വെരി സോറി. എനിക്കൊരപേക്ഷ കൂടിയുണ്ട്. ഈ രഹസ്യം മറ്റാരും അറിയരുത് ഡോക്ടർ. ഇല്ല ശാന്തി, ഞാനിത് രഹസ്യമായി തന്നെ സൂക്ഷിക്കും. ശാന്ത സമാധാനമായിരിക്കും. ബൈ ദ ബൈ, ഏത് ഡോക്ടറാണ് കുട്ടിയെ ചികിത്സിക്കുന്നത്? എനിക്കറിയാവുന്നതുപോലെ ഞാൻ തന്നെ ചികിത്സിക്കുന്നത്. നോ നോ നോ, അത് പാടില്ല. കുട്ടികളെ ചികിത്സിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാന്തയ്ക്ക് ഇപ്പൊ ഡ്യൂട്ടി കഴിയാറായില്ലേ? ഞാൻ കൂടെ വീട്ടിലേക്ക് വരാം. കുട്ടിയെ ഞാൻ ചികിത്സിക്കാം. വരും.